ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചെറിയ അഡീനിയം സീഡ്ലിങ്സുകൾ ഇവിടെ തന്നെ ഉണ്ടായ വിത്തുകൾ നമ്മൾ മുറിച്ചിട്ടാണ് ഇത് നമ്മൾ റീപ്ലാന്റ് ചെയ്യാണ്. ഇപ്പോൾ 10-11 ഇപ്പോൾ റീപ്ലാന്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട്. അത് നമ്മളൊന്ന് റീപ്ലാന്റ് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ എല്ലാവർക്കും എൻജോയ് ദി വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അതുപോലെ നമുക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ 2-3 പോട്ടുകളുണ്ട്. ഇതാണ് നമ്മളെ പോട്ടുകൾ. ഇതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് പൊട്ടിയ ചട്ടികളുടെ കഷ്ണങ്ങളും ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഡ്രൈനേജിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മളെ പോട്ട് മിക്സ്. ഇത് നമ്മൾ സാധാരണ നോർമൽ പോട്ടിംഗ് സോയിലും ഗാർഡൻ സോയിൽ, പിന്നെ കുറച്ച് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് കമ്പോസ്റ്റ്, വെജിറ്റബിൾ കമ്പോസ്റ്റ്, അതായത് കിച്ചൺ വേസ്റ്റിൽ ഉണ്ടാക്കിയുള്ള കമ്പോസ്റ്റും, കുറച്ച് ഗാർഡൻ സോയിൽ, പെർലൈറ്റ്സ്, കുറച്ച് കൊക്കോപീറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള മിക്സാണത്. ഇതിലാണ് നമ്മളത് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇത് കൊക്കോപീറ്റാണ്. ആദ്യം നമ്മൾ നേരത്തെ കാണിച്ച ഈ പോട്ടി മിക്സ് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്യണം കുറച്ച്. അതിനുശേഷം കുറച്ച് ഇത് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം എല്ലാം നമ്മൾ ഫില്ല് ചെയ്യാണ്. പ്ലാന്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. നമ്മൾ ചെറിയൊരു കത്തി കൊണ്ടിട്ടാണ് ഇങ്ങനെ എൻ്റെ അടിഭാഗത്തുനിന്നാണ് അങ്ങനെ ഇളക്കി വരുന്നത്. എൻ്റെ വേരുകൾക്ക് അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ കോട്ടം തട്ടാത്ത രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ വേരുകൾക്കൊന്നും കുഴപ്പം തട്ടിയില്ല. അതേപോലെ ഇതാണ് പ്ലാന്റ്. പ്ലാന്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇതിലുണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന പ്ലാന്റ് നിന്നിരുന്ന കുറച്ച് സോയിലുണ്ടല്ലോ, കൊക്കോപീറ്റും അതുപോലെ മിക്സ്, അത് ഞാനിപ്പോൾ ഈ പുതിയ പോട്ടിലേക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് പ്ലാന്റ് ചെയ്യണത്. വലിയ ഡാമേജൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾ പ്ലാന്റ് പിടിക്കുമ്പോൾ തന്നെ നന്നായി പ്രസ് ചെയ്യുക. അതിൻ്റെ കോഡക്സിൻ്റെ ആ ഒരു ഇതിൽ നന്നായി പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് ഡാമേജൊന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധനം 2 ദിവസം കൊണ്ട് തന്നെ വാടിപ്പോവും. പിന്നെ നന്നായി അതിൻ്റെ സൈഡിലൊക്കെ ഈ പോട്ട് മിക്സിട്ട് ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള പോട്ട് മിക്സിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ ആ പഴയ പ്ലാന്റ് നിന്നിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് എടുത്ത് മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം ഇത് ഓൾറെഡി ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ള പോട്ട് മിക്സാണ്. അപ്പോൾ കുറച്ച് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇത് പ്ലാന്റ് ചെയ്യുന്നത്. നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് പ്ലാന്റിനെ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടും നമുക്ക് സോയിലിൽ തന്നെ. കാരണം അത് നിലനിന്നിരുന്ന പ്ലാന്റ് നിന്നിരുന്ന ആ ഒരു പോട്ട് മിക്സ് തന്നെയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എടുക്കുന്ന നേരത്ത് നിങ്ങൾ അതിൻ്റെ വേര് എത്രത്തോളം പോയിട്ടുണ്ടെന്ന് നമ്മൾ നന്നായി നോക്കിയിട്ട് വേണം എടുക്കണമെന്നുണ്ടെങ്കിൽ. വേര് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീപ്ലാന്റ് ചെയ്തതിൽ ഉപകാരം ഉണ്ടാവില്ല. കാരണം ആദ്യം അതിൻ്റെ കൂടെയുള്ള ആ ഒരു മിക്സോട് കൂടി തന്നെ എടുത്ത് നമ്മൾ പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്യാൻ നോക്കുക.
അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. കാരണം പ്ലാന്റ് ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വളരാനും അതായിരിക്കും നല്ലത്. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തിടുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇനി 2 നാളും കൂടി ചെയ്യാനുണ്ട്. വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് സൈഡിൽ പ്രസ് ചെയ്യായാലും എന്ത് ചെയ്യായാലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്യാം. വേരുകൾക്ക് എന്തെങ്കിലും ഡാമേജ് എത്തി കഴിഞ്ഞാൽ പണി പറയുന്നില്ല, സംഭവം ഡാമേജ് ആവും. പിന്നെ പ്ലാന്റിന് കിട്ടില്ല. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് പരമാവധി ഈ സമയത്ത് ഈ ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് റീപ്ലാന്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കാലാവസ്ഥ. കാരണം മഴക്കാലത്തൊന്നും ഇത് പ്ലാന്റ് ചെയ്യാൻ നിൽക്കരുത്. മഴക്കാലത്ത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് സാധനം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് നവംബർ ഡിസംബറിലൊന്നും ഇങ്ങനെ റീപ്ലാന്റ് ചെയ്യരുത്. ഇങ്ങനെ റീപ്ലാന്റ് ചെയ്താൽ തന്നെ നമുക്ക് അതിനൊരു ഗ്രോത്ത് കിട്ടില്ല, പ്ലാന്റിനൊന്നും ഗ്രോത്ത് കിട്ടില്ല. കാരണം ഇത്രയും പ്ലാന്റുകൾ നമ്മൾ റീപോർട്ടിങ് കഴിഞ്ഞു. സീഡ്ലിങ്സാണ്, നമ്മൾ അധികം പ്രായമായിട്ടില്ല. പിന്നെ നമുക്ക് അതിൽ 2 കൂടി ബാക്കിയുണ്ട്. അടുത്ത ഇതിൻ്റെ പോട്ട് കിട്ടുന്നതിനനുസരിച്ച് എൻ്റെ കയ്യിൽ ഇത്ര പോട്ടുള്ളൂ, ബാക്കിയുള്ളതിലെല്ലാം ഓരോ പ്ലാന്റുകളാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. കാരണം ചെറിയ പ്ലാന്റ്സ് എപ്പോഴും ചെറിയ നനവെപ്പോഴും ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് വേണം. അപ്പോൾ വെള്ളം നന്നായി ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഷെയ്ഡിൽ വെച്ച് ഒരു 10-15 ദിവസം ഷെയ്ഡിൽ വയ്ക്കാം. പരമാവധി വേനൽക്കാലത്ത് ഷെയ്ഡിൽ വയ്ക്കുകയായിരിക്കും നല്ലത്. ഒന്നുകൂടി മെച്ചോർഡായതിനു ശേഷം നമ്മൾ മെല്ലെ മെല്ലെ ഷെയ്ഡിൽ നിന്ന് വെയിലത്തേക്ക് നല്ല സൺലൈറ്റിലേക്ക് മാറ്റുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായിരിക്കും പ്ലാന്റിന് ഒത്തിരി ഹെൽത്ത് കണ്ടീഷൻ കൂടുതലുണ്ടാവാൻ, ഹെൽത്തായിട്ട് വളരാനും അതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. എല്ലാവർക്കും പുതിയ വീഡിയോ വരുന്നതിലേക്ക് നമസ്കാരം.